ഗുഡ് ഈവനിങ് ടു ഓൾ. ഈവനിങ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചായയിൽ നിന്നായിരിക്കണമല്ലോ അല്ലേ. ഇന്ന് ചായയ്ക്ക് സ്പെഷ്യലായിട്ട് പഴംപൊരിയാണ്. പഴംപൊരി ഉണ്ടാക്കുന്ന ആൾ ഏട്ടൻ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം മോനെ ഞാൻ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ടി പോയി. സ്കൂളിൽ നിന്ന് അവൻ ഓട്ടോയിലാണ് വരുന്നത്. അപ്പം വീടിൻ്റെ അടുത്ത് വരെയാണ് ഓട്ടോ വരിക. അവിടെ നിന്നും അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനാണ് പോയത്. വീഡിയോയിൽ അവൻ്റെ തല കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനോടൊന്ന് പോസ് ചെയ്യാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞാനും മോനും അടുക്കളയിൽ എത്തിയപ്പോഴേക്കും ഏട്ടൻ പഴംപൊരി ഉണ്ടാക്കുന്ന അവസാന ഘട്ടത്തിലായിരുന്നു. ചായയും പഴംപൊരിയായി ഞങ്ങൾ കോലായിലിരുന്നിട്ടാണ് അധികവും ചായ കുടിക്കാറുള്ളത്. അതേപോലെ ചായ കുടിക്കുന്ന ടൈമിലാണ് അവനോട് സ്കൂളിലെ ഓരോ കഥകൾ ചോദിക്കുന്നതും അവൻ പറയുന്നതൊക്കെ. ബാക്കി സമയത്തൊക്കെ എന്തെങ്കിലും പണിയിലും തിരക്കിലൊക്കെ ആയിട്ട് അധികം വിശേഷങ്ങളൊന്നും പറയാൻ പറ്റാറില്ല. ചായ കുടിച്ച് കഴിയാനായപ്പോഴാണ് തേക്കാനും മടക്കാനൊക്കെ ഉള്ള കാര്യം ഓർമ്മ വന്നത്. വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകളൊക്കെ വെറുതെ തന്നെ മടക്കി വെക്കുകയും ബാക്കി ഏട്ടൻ്റെ മുണ്ടും ഷർട്ടും മോൻ്റെ യൂണിഫോം അങ്ങനെയുള്ള പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകൾ മാത്രം അയൺ ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം തേക്കേണ്ടതല്ലാത്ത ഡ്രസ്സുകൾ വെറുതെ മടക്കി വെക്കാനുള്ള ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. മടക്കി വെക്കൽ വേഗം കഴിഞ്ഞിട്ട് വേണം മോനെ പഠിപ്പിക്കാൻ. അതും കഴിഞ്ഞിട്ട് വേണം എനിക്ക് അയൺ ചെയ്ത് വെക്കാൻ. അങ്ങനെ മടക്കി വെക്കലൊക്കെ കഴിഞ്ഞ് അവനുമായിട്ടുള്ള യുദ്ധം തുടങ്ങി. ഭയങ്കര മടിയാണ്. LKG UKG ഒന്നും അവന് പഠിക്കാൻ അത്ര മടിയില്ലായിരുന്നു. പക്ഷേ 1ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും അവന് അത്യാവശ്യം നല്ല മടിയുണ്ട്. ഇപ്പോൾ ഹിന്ദിയാണ് പഠിപ്പിക്കാൻ നോക്കുന്നത്. ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അവനെ പഠിപ്പിച്ചെടുക്കാൻ. അപ്പോഴാണ് അവൻ്റെ കമ്മൽ ലേശം ലൂസാണ് എന്ന് കണ്ടത്. അങ്ങനെ അത് ടൈറ്റ് ചെയ്ത് കൊടുത്തു. 2 കാതും കുത്തിയിട്ടുണ്ട്. ഒരു കമ്മൽ ലൂസായി കിടക്കുന്നുണ്ടാവും. അത് ടൈറ്റ് ചെയ്ത് കൊടുത്ത് ബാക്കി പഠിപ്പിച്ചു. പഠിപ്പിക്കലും കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത്, അടിച്ചുവാരി കഴിയുന്നതിന് മുന്നേ മോൾ ഉണർന്നു. പിന്നെ അവൾക്ക് ഫീഡ് ചെയ്യാൻ പോയി. അവൾക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മോൻ വന്നിട്ട് ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ചത്. അതെങ്ങനെ എഴുതാം, ഇതിൻ്റെ സ്പെല്ലിങ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ മോൾക്ക് പാൽ കൊടുത്തു കഴിഞ്ഞ് മോളെ നോക്കാൻ ഏട്ടൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ ബാക്കി അടിച്ചു വാരി. ഏട്ടൻ കുറേ പ്രാവശ്യം പറഞ്ഞു ഞാൻ അടിച്ചു വാരിക്കോളാം എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ അടിച്ചു വാരിക്കോളാം. വേറെ ഒന്നും കൊണ്ടല്ല, അധിക പണി ഏട്ടൻ തന്നെയാണ് ചെയ്യാറ്. അടിച്ചു വാരലും ചില സമയത്ത് ഏട്ടനാണ് ചെയ്യൽ. ഭക്ഷണം ഉണ്ടാക്കൽ ഏകദേശം എല്ലാ ദിവസവും ഏട്ടനാണ് ചെയ്യാറ്. അപ്പം ഞാൻ പറ്റുന്ന ദിവസം ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കും. എനിക്ക് അടിച്ചു വാരാനൊക്കെ ഇഷ്ടമാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് ക്ലീനിങ്ങിനോടാണ് താല്പര്യം. ഏട്ടനാണെങ്കിലൊക്കെ ഒരേപോലെ ക്ലീനിങ് ആണെങ്കിലും കുക്കിംഗ് ആണൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന ദിവസം ഞാൻ പറയും ഞാൻ അടിച്ചു വാരിക്കോളാമെന്ന്. അങ്ങനെ ഇന്നെന്തായാലും ഞാനാണ് അടിച്ചു വാരുന്നത്. ഏട്ടനെ മോളെ നോക്കാൻ ഏൽപ്പിച്ചു. അടിച്ചു വാരൽ കഴിഞ്ഞപ്പോഴേക്ക് സന്ധ്യയായി. വിളക്ക് കത്തിച്ചു. തൂക്കുവിളക്കാണ് കത്തിക്കുന്നത്. കാരണം ഇവിടെ പൂജാമുറി ഇല്ല. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ വീടല്ല, വാങ്ങിയ വീടാണ്. 2 വർഷമായിട്ട് ഇപ്പോൾ ഈ വീട്ടിലാണ് താമസം. മുന്നേ താമസിച്ചിരുന്ന വീട് ഏട്ടൻ ഉണ്ടാക്കിയ വീടായിരുന്നു. അവിടെ പൂജാമുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോൾ അച്ഛനും അമ്മയും അനിയനാണ് താമസം. ഞങ്ങളിപ്പോൾ 2 കൊല്ലമായിട്ട് ഈ വീട്ടിലാണ് താമസം. എല്ലാ ദിവസവും നാമം ജപിക്കാറില്ല, പക്ഷെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നാമം ജപിക്കാറുണ്ട്. നാമജപം കഴിഞ്ഞ് ഞാൻ അയൺ ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ മോൻ്റെ യൂണിഫോമാണ് തേക്കുന്നത്. കാരണം അയൺ ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് മോള് കരയുന്നത്, എപ്പോഴാണ് പിന്നെ അവളെ നോക്കാനൊക്കെ പോകേണ്ടി വരിക, അതൊന്നും അറിയാത്തത് കൊണ്ട് ആദ്യം തന്നെ മോൻ്റെ അങ്ങ് തേച്ച് വെച്ചു. അവന് പിറ്റേ ദിവസത്തേക്ക് എന്തായാലും ഇടാൻ ഞാൻ അയൺ ചെയ്ത് കൊടുക്കലുണ്ട്. ബാക്കിയുള്ളതൊക്കെ സമയം പോലെ ആക്കാൻ വിചാരിച്ചു. അങ്ങനെ അയൺ ചെയ്യൽ കഴിഞ്ഞപ്പോഴേക്കും മോൾ ഉണർന്നു. അവളെ എടുത്ത് ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തി കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പയറൊക്കെ അരിഞ്ഞ് വെക്കാൻ തുടങ്ങി. പയറും പറ്റുന്ന വെജിറ്റബിൾസൊക്കെ ഞാൻ മുൻകൂട്ടി അരിഞ്ഞ് വെക്കാറുണ്ട്. അതിപ്പോൾ ആദ്യമേ ഉള്ളൊരു ശീലമാണ് എൻ്റെ. ആദ്യം മുതലേ ഞാൻ പച്ചക്കറികളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പരമാവധി വാങ്ങിയ ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊണ്ട് തന്നെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ ആ ഒരു 1 വീക്ക് പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരികയില്ല. രാവിലെ എണീറ്റിട്ട് വേഗം ഉണ്ടാക്കാൻ കഴിയുമല്ലോ. ഇപ്പോൾ ആണെങ്കിൽ അത് അത്യാവശ്യമാണ്. കാരണം ഇപ്പം അങ്ങനെയൊക്കെ ഉറക്കവും എണീക്കലും ഒന്നും നമ്മൾ കറക്റ്റ് ടൈമിനല്ല നടക്കുന്നത്. ആദ്യമൊക്കെ ടൈമിങ്ങിന് കറക്റ്റ് നമ്മളെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മോളാണ് ഞങ്ങൾ അലാറം. അവൾ ഉണരുമ്പോൾ ഞങ്ങൾ എണീക്കും. മിക്കവാറും എനിക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. അധിക ദിവസവും ഏട്ടൻ തന്നെയാണ് എല്ലാം ഉണ്ടാക്കി വെക്കൽ. മോന് രാവിലെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് രാവിലെ 7 മണിയാകുമ്പോഴേക്കും രാവിലത്തെ ഭക്ഷണം ഉച്ചത്തെ ഭക്ഷണമൊക്കെ ആവണം. അപ്പോൾ എന്നെക്കൊണ്ട് ആ സമയത്ത് പറ്റുന്ന തോന്നില്ല. ആ സമയത്ത് അധികം ഫീഡിങ് ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രിയൊക്കെ ഫീഡ് ചെയ്ത് ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ആ സമയത്ത് ഉറക്കമായിരിക്കും. അപ്പോൾ ഏട്ടൻ എന്നെ എണീപ്പിക്കില്ല. ഏട്ടൻ തന്നെ രാവിലെ എണീറ്റിട്ട് എല്ലാം ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നാൽ ഏതെങ്കിലും ഒരു ബ്രേക്ക് സമയത്ത് ഞാനിതൊക്കെ അരിഞ്ഞങ്ങ് വയ്ക്കും. അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ അത്ര എളുപ്പമായല്ലോ രാവിലെ ഉണ്ടാക്കാൻ. എല്ലാ പ്രാവശ്യവും ഇപ്പോൾ പറ്റില്ല. സമയത്തിനനുസരിച്ച് അരിഞ്ഞ് വെക്കാറുണ്ട്. അങ്ങനെ ഞാൻ അടിച്ചു വാരലും ഭക്ഷണം കഴിക്കലും
എല്ലാം കഴിഞ്ഞ് ഇസ്തിരിയിടലൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് പച്ചക്കറികളൊക്കെ നുറുക്കി ബോക്സസിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് മുന്നേ ഇട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജ് ക്ലീനിങ്ങും ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതേ ഒരു പരിപാടിയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം അതുപോലെ എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ബോക്സസിലാക്കി ഫ്രിഡ്ജിലങ്ങ് വെക്കും. ഒരാഴ്ചത്തേക്ക് അപ്പം ടെൻഷനൊന്നും വേണ്ട. ഫ്രിഡ്ജ് നോക്കിയിട്ട് ഇന്ന് ഏതാ വെക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ച് കുറേ സമയം കളയേണ്ട ആവശ്യം വരില്ല. ഇന്നിപ്പം ക്യാരറ്റ് തോല് പൊക്കി വെച്ചു, മത്തൻ നുറുക്കി വെച്ചു, പയർ നുറുക്കി വെച്ചു, വെള്ളരിക്ക നുറുക്കി വെച്ചു. ഇനി ക്യാബേജ് ബാക്കിയുണ്ട്. അത് കുറച്ച് അധികം സമയം വേണ്ടതുകൊണ്ട് ഇന്ന് അതിന് വേണ്ടി നിൽക്കുന്നില്ല, നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തേങ്ങ ചിരവി വെച്ചു. അതും ഒരു പണി തന്നെയാണല്ലോ. തേങ്ങ ചിരവി വെക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തേങ്ങ മാത്രം, ഒരു തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് ചിരവി വയ്ക്കും. ഈ ഒരു നീല ബോക്സിൽ കംപ്ലീറ്റ് ആവുന്നത് വരെ ചിരവി വയ്ക്കും. അങ്ങനെ ആ പണിയും കൂടെ കഴിഞ്ഞപ്പം മേല് കഴുകി പിന്നെ വാവേൻ്റെ അടുത്ത് പോയി. മോൾക്ക് തൊട്ടിൽ കിടന്നുറങ്ങുന്ന വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഇടയ്ക്ക് നമ്മളതിൽ ശ്രമിച്ച് നോക്കും, എന്തായാലും വാങ്ങിയതല്ലേ ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതിയിട്ട്. കുറച്ച് നേരം അവൻ എങ്ങനെ ആട്ടിയിട്ടൊന്നും മോൾ ഉറങ്ങിയില്ല. അങ്ങനെ പിന്നെ അവളെ എടുത്ത് നടന്ന് ഉറങ്ങി. എടുത്ത് നടക്കൽ അധികവും ഏട്ടൻ്റെ ഡ്യൂട്ടിയാണ്. ഏട്ടൻ എടുത്ത് നടക്കും, എന്നിട്ട് കരച്ചിൽ നിർത്തുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഫീഡ് ചെയ്യും. അങ്ങനെ രണ്ടാളും കൂടെ എടുത്ത് നടക്കലും പാല് കൊടുക്കലൊക്കെ ആയിട്ട് 1:30 ആകുമ്പോഴാണ് ഉറങ്ങാറ്. ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.